നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റു പ്രോഡക്ട്സുകളെല്ലാം നിങ്ങൾക്ക് കളയാം. ആ പ്രോഡക്റ്റുകളെല്ലാം വേണ്ടെന്ന് വെക്കാം. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിന്റെ റിവ്യൂ ആണ്. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ്, മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇത് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതിയിരുന്നാൽ നമുക്കത് പെട്ടെന്നൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എപ്പോഴാണ് സ്കിന്നിൽ പിമ്പിൾസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ പിമ്പിൾസ് വരുന്നത് റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹോർമോൺ ചേഞ്ചിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന്റെ സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കാം. ഇത് പെട്ടെന്ന് മാറ്റാനായിട്ട് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ആക്നെ പ്രോൺ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് പല ഫേസ് വാഷുകളും ഇപ്പൊ അവൈലബിൾ ആണ്. സെറ്റാഫിലിന്റെ ബ്രാൻഡാണ് ഇപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ രാവിലെയും രാത്രിയും നന്നായിട്ട് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ആയിരിക്കുകയാണ്, മറ്റു പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത ശേഷം ഈ ക്ലിയർ ജെൽ എന്ന് പറയുന്ന ഈ ജെൽ ബേസ് ആയിട്ടുള്ള ഈ ക്രീം യൂസ് ചെയ്താൽ മതി. ഈ ക്ലിയർ ജെൽ യൂസ് ചെയ്ത് ഒരു 1-2 ഫസ്റ്റ് ഡേ തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇതെല്ലാ ഫാർമസിയിലും അവൈലബിൾ ആണ്. ക്ലിൻഡാമൈസിൻ ആണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ജെൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ റേറ്റ് വരുന്നത് 200 സംതിങ്, ആ ഒരു റേറ്റേ വരത്തുള്ളൂ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്, അതേപോലെ ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ്. ക്ലിയർ ജെൽ എന്നാണ് ഇതിന്റെ പേര്. മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. പിമ്പിൾസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല്. 2.5% ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എവിടെയാണോ ആക്നെ ഉള്ളത് ആ ഒരു സ്ഥലത്ത് മാത്രം ഒരു പീ സൈസ് എമൗണ്ട് എടുത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത് കാണാൻ പറ്റും. അതായത് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ അതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആക്നെസ് വരാനുള്ള ആ ബാക്ടീരിയസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 250, ആ ഒരു റേഞ്ചിലാണ്. എല്ലാ ഫാർമസിയിലും അവൈലബിൾ ആണ്, അതുപോലെ ഓൺലൈനിലും അവൈലബിൾ ആണ്. അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നിന് മസ്റ്റ് ആവായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ മിനിമലിസ്റ്റിന്റെ HOCl സ്പ്രേ എന്ന് പറയുന്നത്. ഇത് എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. നമുക്ക് ഓഫറിൽ അതിലും കുറച്ച് റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിമ്പിൾസ് ആക്നെ വന്നിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ആ ആക്നെ ഉണ്ടാക്കുന്ന ആ ബാക്ടീരിയസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫേസിൽ മാത്രമല്ല നമുക്ക് ബോഡിയിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിൻ റെഡ്നെസ് അല്ലെങ്കിൽ എക്സിമ ഇതൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ക്രീം യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ബാക്ടീരിയസിന് ഇത് ഇല്ലാതാക്കി കളയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയ പ്രോഡക്റ്റുകളിൽ നിന്ന് എല്ലാം ഡിഫറെന്റ് ആയിട്ട്, അതായത് നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസ് മാറ്റുന്ന, അതേപോലെ ആ പാടുകൾ പെട്ടെന്ന് മാറ്റുന്നു, അതുപോലെ തന്നെ ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതും മാറ്റും, അതുപോലെ തന്നെ സ്കിൻ ടോട്ടലി ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരൊറ്റ പ്രോഡക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇത് അസലിക് ആസിഡ് സസ്പെൻഷൻ ആണ്. 10%, 30 ml മാത്രമേ ഉള്ളൂ. ചെറിയൊരു ട്യൂബാണ്, പക്ഷെ ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നും ഇതിന്റെ 7 അയലത്ത് വരത്തില്ല. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഓർഡിനറിയുടെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അത്ര എഫക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. പിന്നെ മറ്റു പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഓർഡിനറിയുടെ ഈ അസിലിക് ആസിഡ് സസ്പെൻഷൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. ആ പിമ്പിൾസിന്റെ ബാക്ടീരിയസിനെയൊക്കെ കില്ല് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈ ആകും. അടുത്ത ദിവസം നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിലൊന്ന് വെട്ടം വീണായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക. ഈ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്ന് അല്ലെ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയത് നോക്കി എടുക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട് സെറ്റാഫിലിന്റെ എല്ലാ ബ്രാൻഡിലും ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, നോർമൽ സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് നോക്കി വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇതും പറഞ്ഞ പോലെ റേറ്റ് അത്യാവശ്യം കുറവാണ്. കുറച്ച് മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ മോയ്സ്ചറൈസറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടും. നമ്മുടെ പിമ്പിൾസിനെ ഒന്ന് കാം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടാലും പിമ്പിൾസ് കുറച്ച് ടൈം എടുക്കും, എന്നാലും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അപ്പൊ നമ്മൾ ഈ കണ്ട പ്രോഡക്ട്സുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ജെൽ ആയാലും HOCl സ്പ്രേ ആയാലും അതേപോലെ അസിലിക് ആസിഡ് ആയാലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പുറത്തു പോകുന്ന സമയത്ത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.